കേരള ഫസ്റ്റ് ഫൈനൽ ഗോഡ് ഇറ്റാച്ച് എന്ന് പറഞ്ഞിട്ട് സബൂസ. താങ്ക് യു ഫോർ ദ 25 AD. സൂപ്പർ ഫൈനൽ ഗോഡ് ഇറ്റാച്ച്. സരക്ക് ബ്രോ ഇന്ന് മാള വെച്ച് കണ്ടായിരുന്നു, ഏത് മൂവിക്ക് വന്നേന്ന്? ആണാ, ഞാൻ ഇന്ന് ഇതിടാ മറ്റേ തുടരും കണ്ടില്ല. സർക്കണനെ നോട്ട് ചെയ്ത് കേട്ടോ, പിള്ളേരെ സ്കെച്ച് ഇട്ട്. ഇന്ന് മറ്റേ വേറെ ഞാൻ പറഞ്ഞ വേറെ പയ്യന് വന്നായിരുന്നു. അവന്റെ റിയാക്ഷൻ അയ്യോ അത് ഭയങ്കര സന്തോഷമായിട്ട് ഇതായിട്ട്. ഞാൻ ആ ടൈമിൽ ഇറ്റാച്ചിന്റെ ടൈമിൽ പോയി തെറി വിളിച്ചിട്ടുണ്ട്. ഐ എം സോറി ബ്രദർ. കാരണം എനിക്ക് ക്രൂയിസ് ഷിപ്പിൽ ജോലി കിട്ടി, കെൻസോ മുമ്പി. അത്രേ ഉള്ളു. കൺഗ്രാചുലേഷൻസ്. എന്നാ ഒന്നുകൂടി കണ്ടിട്ട് ആ സൂപ്പർ അടിപൊളിയെന്ന് എനിക്കൊരു അങ്ങ് പറഞ്ഞിരിക്കുന്നത്. 7:30 ഡിസ്റ്റോർട്സ് അങ്ങ് പിരിച്ചിട്ടു. ഓക്കെ. ടാച്ചി ഇപ്പോഴും ഫയലാണെന്ന്. സൂപ്പർ. ടാച്ചിയുടെ പഴയ ഫോട്ടോ കാണുന്ന ആ കുഞ്ഞു മനസ്സാണ്. അയ്യോ ഇത് അയ്യോ ബോഡി ഇവിടെ എത്തി. ലാൻസ് നീയായിട്ട് കമ്പനി ആവുന്നതിനൊക്കെ മുമ്പ് ഞാനായിട്ട് കമ്പനി ആയിരുന്നു, അതറിയാമോ? ലാൻസ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയും, ലാൻസ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഇങ്ങനെ പറയടാ, നിങ്ങളെ എടുക്കുന്ന സമയത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആക്റ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് പറഞ്ഞാടാ ഇങ്ങനെ നല്ല അവര് വന്നു കഴിഞ്ഞാൽ അമ്മമാര് നല്ലോണം നിൽക്കും ഉറപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസിയുടെ മാനേജർ ആയിരുന്നു. ലാൻസ് ഒക്കെ അതിനു മുമ്പ് നമ്മള് എമംഗസ് പബ്ജി വരുന്നു. എമംഗസും പബ്ജി നമ്മൾ ഒരുമിച്ചാണ്. പബ്ജി ഉള്ള ടൈമില്ലേ, സീസൺ 5 സീസൺ 6 ഒക്കെ, ആ സമയത്തൊക്കെ നമ്മള് പബ്ജി ഞാനും ലാൻസ് ഒക്കെ ഒരുമിച്ചാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എമംഗസ് ഫുൾ ടൈം ഡിസ്കോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് ഇവൻ DC ഇല്ലാത്തത് എനിക്കറിയത്തില്ല. ഒരു പോയിന്റ് എപ്പോഴും ടൈമിലാണ് എത്തുന്നത്. അന്ന് ഇറ്റാച്ച് ഒരു മുണ്ടച്ചായിരുന്നു. ഇപ്പോഴും ടിവിയുടെ അടി ഓടാ. ഇവരായിരുന്നെന്ന് ഒരു ബാറിൽ കുറെ പിക്ക് എടുത്ത ഇറ്റാച്ച്. അന്നാണ് ഇവന്റെ ഡൗട്ട് അടിക്കുന്നത് നമുക്ക്. നല്ല പ്ലേയേഴ്സിനല്ലാടാ ഡൗട്ട് തോന്നുന്നു. അവിടെ ഭാഗ്യ നല്ല പ്ലേയേഴ്സ് ഒന്നും കുറച്ചേ ഉള്ളായിരുന്നു. ഇറ്റാച്ച് ആയിരുന്നു. പുഷ്പയൊക്കെയാണ് അത് പറഞ്ഞത് ഒരു കിടിലം പിടിക്കുന്നു. റാസി താങ്ക് യു ഫോർ ദ 4 ID. താങ്ക് യു റാസി, താങ്ക് യു. ഇറ്റാച്ചിന്റെ ELD ഡിസ്മാൻഡിൽ കഴിഞ്ഞതിനുള്ള സിറ്റിസൺ ലൈവ് കാണുന്നുണ്ടാകും. അതൊക്കെ ഞാൻ നോക്കിയപ്പോ സെറ്റ് ലൈവ് ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം നോക്കിയപ്പോ DCയിലെ കുറച്ച് പിള്ളേരില്ലേ, DC ELD ആണോ എനിക്ക് ഓർമ്മയില്ല, മറ്റേ ഇവിടെന്ന് ഡ്രസ് ഷോപ്പിന്റെ അവിടെ നിന്ന് മുതുക്ക് വരെ നടക്കുന്നു. സമരവും നന്ദരവും പറഞ്ഞു ഒന്നുമില്ല, വെറുതെ നടക്കുന്നു. ഒരു കാര്യം വെറുതെ നടക്കുന്നത്. എന്തിനു പറയാൻ കുമ്പിടി എന്ത് പറയാനാ അന്നേരം. പക്ഷെ ഇവന്മാരോടൊന്നും നല്ലോണം സംസാരിച്ചു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മാറായമാരായിട്ട് നല്ലോണം സംസാരിച്ചിട്ട് പോയാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് മെയിൻ ഇരാരെന്ന് പറയുമ്പോ ഇമാൻ വട്ടാപ്പ്. ഇമാനാണ് അന്നത്തെ നമ്മളാ മെയിൻ വള്ളി. ഇമാനാണ് വന്ന് വള്ളി എടുക്കുന്നത്. എന്നിട്ട് ഇവൻ മിണ്ടത്തില്ല. ഞാൻ കുറെ തെറി പിടിച്ചിട്ടുണ്ട് ഇറ്റാച്ചിനെ മനസ്സിൽ. ഇപ്പൊ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലെയർ ആണ്. അത് സത്യമല്ലേ? നമ്മള് കമ്പനിയായി കഴിയുമ്പോഴേ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എന്തിനാണെന്ന് മനസ്സിലാവും. ഞാൻ ഇറ്റാച്ചിയായിട്ട് കമ്പനി ആകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ കയറി TV മുടിപ്പിക്കുമോ എന്ന് പറഞ്ഞിങ്ങനെ രണ്ട് മനസ്സിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഇവരായിട്ട് കമ്പനി ആകുന്നത്. കമ്പനി ആകുമ്പോൾ ഞാൻ ഇറ്റാച്ചി ഇപ്പം രാവിലെ മറ്റേ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ പോലെ രാവിലെ മെസ്സേജ് ഇടും. വീലിനൊക്കെ ചാടി വീണിട്ടെ അതേ റിലേഷൻ ഞാൻ അറിഞ്ഞില്ലല്ലോ. അലീമി ആടാ നിന്റെ അടി പ്രശ്നമൊക്കെ തീർന്നാ? നീ എന്തിനാ കോൺട്രവേഴ്സി ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം തെറിവിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെറിവിളിക്കുന്നുണ്ടല്ലോ? എന്തിനാണ് പ്രശ്നം? എന്തൊക്കെ പ്രശ്നങ്ങളാടാ നിങ്ങൾക്ക്? ഞാൻ ബുള്ളറ്റ് മഴ നീ ഇപ്പൊ ഉറങ്ങാൻ എന്തായാലും പോണില്ല. അതൊക്കെ ശ്രമിച്ചോ, കുഴപ്പമില്ല കേട്ടോ. ഇല്ലില്ല, ഞാൻ 2 ദിവസമായി ഉറങ്ങിട്ട്. ആണാ? അപ്പൊ പിന്നെ ഇറങ്ങിക്കോടാ. ഇവിടെ ഒരു ചത്ത എന്നെ കൊണ്ട് വരൂ. ഞാൻ ഷെഡ്യൂള് മാറ്റാൻ വേണ്ടി അപ്പൊ മെഴി കണ്ണൊന്നും അടയുന്നില്ല. ഞാൻ ബുള്ളറ്റ് മഴ പെയ്തിട്ട് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എന്തിനു പറയാൻ? ബുള്ളറ്റ് മഴ പെയ്യാ എവിടെ കൊണ്ടാൻ പോയാ?
എന്താണ് ഇറ്റാച്ചി നിന്നെയാണ് പറഞ്ഞ ബുള്ളറ്റ് പുഴ പേര് അതാരാണ് പറഞ്ഞത്? വേറൊരു ചാറ്റ് തേജു അതെന്റെ തേജുവാടാ മോനാ. തേജുവാടാ പറഞ്ഞത് ഉം, ഉം. ഗ്യാങ് വണ്ടി തന്നില്ലെന്ന് പറഞ്ഞെണ്ണാന്ന് തന്നില്ലെന്ന് പറഞ്ഞെണ്ണാന്ന് മനസ്സിലായില്ല എന്തിനാണ് സബൂസ ബ്രോ താങ്ക് യു ഫോർ 25 AD വിഷയമാണല്ലോ. ആള് പിന്നെ എന്ത് ചാറ്റ് ഇട്ടാലും സൂപ്പർ ചാറ്റ് ചെയ്തോണ്ടേ സൂപ്പർ ചാറ്റ് ചെയ്ത് മാത്രം സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓറ അങ്ങനെയാണ്. എൻജോയ് ബ്രോ അങ്ങനെയാണ്. ഇവര് ഇപ്പൊ സൂപ്പർ ചാറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ചുപേരുണ്ട്, അവര് അങ്ങനെ ചെയ്യത്തുള്ളൂ ഇതേപോലെ. സോറി എണ്ണ ഞാൻ മാത്രമേ ഉള്ളെന്നാ, ഐ ആം ടോക്സിക്. എന്തല്ലേ അത് പറ്റി ബുള്ളറ്റ് എന്ന് പറഞ്ഞപ്പോഴേ ബുള്ളറ്റ് മഴ അത് നീ മഴ മാറ്റിയ നീ മരം തന്നെ. അണ്ണാ R34 ലീഡറിന്റെ കഥ പറ. ഞാൻ അറിയില്ല, ഞാൻ പറയാം ഗൈസ്, ഗ്യാങ് ലീഡർമാരിൽ ഏറ്റവും ഒന്നാം ലീഡർ ഇവനായിരുന്നു. ഞാൻ ഇപ്പൊ അറിയാച്ചിരി വൈകിപ്പോയി, മനസ്സിലായില്ലേ? ഇപ്പൊ വന്ന സമയത്തൊക്കെ എന്തിനായിരുന്നു അല്ലേ? വന്ന സമയത്തൊക്കെ വേടി പോയിട്ടില്ലടാ മൈരായിരുന്നു അവന്റെ ഡയലോഗ്. വഴുതിപ്പോയി ആരായാലും വഴുതി പോവില്ലേ, ജീവിതമല്ലേ. ഞാൻ വഴി തെറ്റി പോകേണ്ടതെന്ന് പരവട്ടം കരവേറ്റാൻ നോക്കിയിട്ട് നീ നന്നായടാ. അണ്ണ ഇനി നന്നാവും. അണ്ണൻ പറഞ്ഞ ഓരോ പക്ഷെ അണ്ണ ഇവൻ ടിവിയെ കയറുമെന്ന് ആ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് കയറുമായിരുന്നെങ്കിലും ഓക്കെ. ഞാനും ഭാഷയൊക്കെ എന്റെ തലേ ദിവസം ഇവന്റെ കേട്ടുള്ളൂ ടി വിയിൽ എന്തെങ്കിലും ഒരു ദിവസം അടിക്കണോടാ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ടി വി കയറിയണ്ട. ഇത് എങ്ങനെയാന്ന് മനസ്സിലാവണില്ല. അടുത്ത ദിവസം ഈ മാസിറ്റാച്ചി മാസ് നിഗോട് പിന്നെ ടി വി തലേ ദിവസം ഒന്നും പോയിട്ട് അവരാധിക്കാൻ ഒന്നും നിന്നിട്ടില്ല, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ടൈം എടുത്ത് അവരാധിച്ച് അറിയാം. ഞാൻ നോക്കുമ്പോ നമ്മളൊക്കെ അവരാധം പണ്ടേ നിർത്തി. നമ്മളൊക്കെ അത് കഴിഞ്ഞ് എത്ര ഗ്യാപ്പ് എടുത്തതിന് ശേഷം അറിയോ? നോക്കിക്കോ. നിഷാൻ ബ്രോ താങ്ക് യു ഫോർ ദ 200 rupees super chat. DC Gaming ബ്രോ താങ്ക് യു ഫോർ ദ 7.99 സൗദി റിയാൽസ് ബ്രോ. DC ഗെയിമിംഗ് DC പറഞ്ഞപ്പോ DC ഗെയിമിംഗ് ബ്രോ എന്നല്ലോ. DC അല്ല കേട്ടോ, ഇത് DC ഗെയിമിംഗ്. കെവിനെ ഇപ്പൊ നമ്മൾ ടിവിയാണ് സന്തോഷത്തോട് എന്തിനാ ഇപ്പൊ സത്യം ഇവന്മാരൊക്കെ ഇവന്മാര് തമ്മിൽ ഈകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ നമ്മളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഇപ്പൊ വെളി വരും. മനസ്സിലാ? നീ വന്നപ്പോ പിന്നെ വാസോടരാത്തപ്പോ കൊണ്ടേന്ന് വിളിച്ചല്ലേടാ അതൊക്കെ പറയണല്ലേ. അപ്പൊ നീ സരക്കണ്ടനെ പുണ്ണച്ചീന്ന് വിളിച്ചാലും കുഴപ്പമില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഉള്ള എല്ലാം കെവിനും ഞാനും ഭാഷ എല്ലാരും ഭാഷ വാസോടനെ കുറെ വിളിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. കെവിനുണ്ടല്ലോ, കെവിൻ എല്ലാരും വിളിച്ചിട്ടുണ്ടോ? കെവിനൊക്കെ കൺഫേം. ഇല്ല ഞാൻ ഒന്നും പറയാം ചേച്ചി, നീ ഞാനിവിടെ ഒരുമിച്ചിരുത്തിട്ടുള്ളടാ വിളിച്ചിട്ടുള്ളത് ചോദിച്ചോണ്ടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് കേട്ടോ, എന്നെക്കാളത്തെയും തെറിവിളി കൂടുതലായിട്ടുള്ള ഈകളാണ്. അതെനിക്ക് 100% ഉറപ്പാണ്. അതങ്ങനെയാണ്. അതെന്താന്ന് അറിയണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം പ്രശ്നം നിങ്ങൾ ആരും അല്ല പ്രശ്നം എന്നാ, ഈ വ്യൂവേഴ്സിന്റെ ഇടയിൽ കുറെ പേര് വന്നിട്ട് നമ്മുടെ DM വന്ന് കൊണയ്ക്കും, മനസ്സിലായാ? ഇത് കണ്ടോണ്ടിരിക്കണം നമ്മള് ഇവന്മാരുടെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു ദേഷ്യം എവിടെയെങ്കിലും അങ്ങ് തീർക്കണം. അത് തന്നെയാണ് സംഭവം. അത് പണ്ടൊട്ടേ അല്ല, ഇപ്പോഴും അത് തന്നെയാണ് സംഭവം. ഇപ്പോഴും ബാക്കിയുള്ള ഗ്യാങ്സ് ഒക്കെ നമ്മളായിട്ട് ഹേറ്റ് വരുന്നതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭാഗത്തുനിന്ന് ഈ കുറച്ച്, അതായത് എല്ലാരും ഒന്നും പറയണത്, കുറച്ചൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്, അവരൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നല്ല രീതിയിൽ ഭയങ്കര ഹേറ്റ് എടുക്കും. നല്ല ഹേറ്റ് അങ്ങ് എന്താ പറയാ അങ്ങ് പരത്തി അങ്ങ് കൊടുക്കും. അതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അത് നമ്മൾ തീർക്കുന്ന എങ്ങനെയാ, നമ്മളവിടെ മെയിൻ ആളെ പിടിക്കും, ലീഡറിനെ അങ്ങ് പിടിക്കും, മനസ്സിലായ? അപ്പം അത് തന്നെയാണ് സംഭവം. ഇത് ഓപ്പോസിറ്റ് നിന്ന് കളിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, മനസ്സിലായ? ഡ്യൂഡിനെ അല്ലേ വിളിക്കുന്നില്ലേ? അതാണൊക്കെ നമ്മള് അലീബി പറയണത് അത് സത്യമാണെന്ന്. അലീബി ഇച്ചിരി പ്രശ്നമാണ്. അലീബി കള്ളൻ. അലീബിയുടെ കേസല്ല പറഞ്ഞത്, അലീബി നീ ലോകമല്ലേ, നീ നമ്മളെ മാത്രമായിട്ടല്ല, നീ ഇപ്പം സെർവർ തമ്മിലേ അടിയായി. വേറൊരു ഭയമുണ്ട്, അറക്കള സ്പീഡ്. അയ്യോ ടോപ്പായിരുന്നു. അത് നല്ലൊരു പയ്യനായിരുന്നു. അറക്കളം സ്പീഡ്. വരുമ്പോഴേ ഒരു മറ്റേ വൈലറ്റ് മുടി കൊണ്ട് വരുമ്പോഴേ അറിയാം മറ്റേ വള്ളി കിടന്ന്.
സ്പീഡ് പിന്നെ ഗാങ്ങുകാരെ കാട്ടി വള്ളി സർവർ അഡ്മിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെർവറിലുള്ള മാനേജ്മെന്റ് അവരൊക്കെ ആയിട്ടാണ് വള്ളി. പെട്ടെന്ന് ദേഷ്യം വരുന്നത് അതിനായിരുന്നു. അന്നെ വന്നല്ലേ അന്നെ വെൽക്കം ടു സ്ട്രീം. വെറുതെ സംസാരിക്കുന്നു, ഇപ്പൊ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരു പ്രാക്ക് ഉണ്ട് ആഫ്റ്റർ, ഒരു പ്രാക്ക് ഉണ്ട് ആഫ്റ്റർ എഫക്ട് എന്നാ. ഏത് പ്രാക്കാണ്? ട്രിക്കി കയറി പരിന്നി ട്രിക്കിയോട് നമ്മളെ ഇപ്പോഴത്തെ കോഡിനെ എടുക്കാതിരുത്താണ്. അണ്ണ അവനെ എടുക്കണ്ടാക്കുക, അവനെ എടുക്കേണ്ട ആവശ്യമില്ലത്. ഇവിടെ ഒരു കോഡ് മതിയത്. അവന്റെ ആവശ്യമില്ലത്. ഒരു കോഡ് മതിയത്. ഇന്ന് ഞാൻ ചാറ്റിൽ ഒരു പോൾ ഇട്ടേട്ടാ, ഭാഷ വേണോ ദിഗോഡ് വേണോന്ന്. അതിൽ ട്രിക്കി 16 അക്കൗണ്ടിൽ നിന്ന് ഒന്ന് ഭാഷ ഞാനാടാ കോടന്ന്. അയ്യോ സ്പീഡ് ആൻഡ് സിയോൺ ഹിറ്റ്സ് ഡിഫറന്റ്. എന്താടാ ഹിറ്റ് ചെയ്യുന്നത് നിനക്ക്? പാപ്പർ ചന്ദ്രൻ. അണ്ണാ ഞാൻ പോണ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഒരു സെക്കൻഡ്. എല്ലാവർക്കും ബൈ ഗൈസ്. ബൈ. പോയിട്ട് വെച്ചാച്ചി പോയിട്ട് പറഞ്ഞല്ലേ നീ. ശരി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എസ്ആർക്ക് എന്ത് പറ്റിയടാ നിനക്ക്? എനിക്കൊന്നും പറ്റിയത് എന്താടാ പ്രശ്നം? നീ ഓക്കെ അല്ലേ നീ? എനിക്ക് ഓക്കെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? എടാ നിനക്ക് ഓക്കെ അല്ല, ഓക്കെ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയണം. ഞാൻ നിന്റെ അടുത്ത് എന്റെ behave പൊന്ന് ചെയ്തത് സരക്കണ്ട ഈ മോശമായിട്ടാണെന്ന് തോന്നുന്നു. കുമാര് പറയണത് ഇപ്പൊ പറയണം, ഞാൻ ഇവിടെ എന്തിനാണ്? പബ്ലിക്കലി പബ്ലിക് സോറി. എന്റെ പൊന്നെ അണ്ണ എന്താണ്ടാ ഇങ്ങനെ? അണ്ണൻ അറിഞ്ഞൂടെ എന്നെ? മറച്ചു വെക്കുന്നു വേണ്ട എന്റെ ഇല്ല അടിച്ചു പിടിച്ചിടാ. സരക്കണ്ട അണ്ണൻ അറിയാലണ്ണ, അണ്ണൻ അറിയാലണ്ണ, അണ്ണൻ പറയണ എങ്ങനെയാണെന്ന് അറിയാലേ, ഞാൻ കേക്കണ എങ്ങനെയാണെന്ന് അറിയാലേ. ഇല്ല അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് അറിഞ്ഞൂടാത്തോണ്ടാണല്ലോ ചോദിച്ചത്. എന്താ അങ്ങനെ പറഞ്ഞാലോ? കൂബിയിലാണ്. അണ്ണാ എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ചാറ്റിൽ വന്ന് കുറെ ഇങ്ങനെ പറഞ്ഞ് ഗോയിങ് ടുമോറോ സീ മൈൻഡ് വേറെ. എടാ നിർത്തടാ അവന്റെ അതിന്റെ ഇടയിൽ കൂടെ. നിനക്ക് വിഷമായത് അണ്ണനും വിഷമായി പാവാണ്. എടാ ഇല്ല സരക്കണ്ണ ഉമ്മാര് പറയുന്നത് കേക്കരുത്. ഉമ്മാര് മറ്റേ ഇതാണ് അറിയാലേ. വിഷമായി നീ അണ്ണാ അണ്ണാ എന്റെ പിള്ളേര് പറഞ്ഞ കേക്കാൻ പറഞ്ഞ കാര്യം വെക്കരുതേ. കാണിക്കല്ലേണ്ടാ നീയല്ലേ കാണിച്ചേ അണ്ണനെ അണ്ണാ നിനക്ക് വിഷമായി. അണ്ണാ അണ്ണാ സ്പീഡ് വാസ് ഡിഫറന്റ്. അണ്ണന് വിഷമായി.